ولكن قبل ذلك اليوم وقبل ذلك المشهد العظيم لحظة ينتقل الإنسان فيها من دار الغرور إلى دار الشرور أو دار السرور. لحظة من التي يكتب فيها للعبد أنه منتقل إلى ذلك اليوم. تلك اللحظة التي يلقي الإنسان فيها آخر النظرات على الأبناء والبنات والإخوان والأخوات، يلقي فيها آخر النظرات على هذه الدنيا، وتبدو على وجهه معالم السكرات، وتخرج من صميم قلبه الآهات والزفرات. إنها اللحظة التي يؤمن فيها الكافر ويوقن فيها الفاجر. إنها اللحظة التي يعرف الإنسان فيها حقارة الدنيا. إنها اللحظة التي يحس الإنسان فيها أنه فرط كثيرا في جنب الله. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. بسم الله ما شاء الله كان وما لم يشأ لم يكن. لا حول ولا قوة إلا بالله العلي العظيم. فقد قال الله تعالى في القرآن العظيم: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ونفخ في الصور فصعق من في السماوات ومن في الأرض. ونفخ في الصور فصعق من في السماوات ومن في الأرض إلا من شاء الله. ثم نفخ فيه أخرى فإذا هم قيام ينظرون. وأشرقت الأرض بنور ربها ووضع الكتاب وجيء بالنبيين والشهداء
وقضي بينهم بالحق وهم لا يظلمون. صدق الله العلي العظيم. وقال النبي صلى الله عليه وسلم: تلقي الأرض أفلاذ كبدها أسطوان الذهب والفضة ويجيء السارق فيقول: في هذا قطعت يدي، ويجيء القاطع فيقول: في هذا قطعت رحمي. يا خادم الجسم كم تسعى لخدمته أتطلب الربح مما فيه خسران. أقبل على النفس واستكمل فضائلها فأنت بالنفس لا بالجسم إنسان. عليك بتقوى الله إن كنت عاقلا يهيأ لك الأرزاق من حيث لا تدري. وعلى أمة محمد اللهم صل وسلم وبارك عليه. ഈ സമുദായത്തിന്റെ കാവൽ ഭടന്മാരായ യുവാക്കളെ, ഉമ്മ പെങ്ങന്മാരെ, കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനപ്പെട്ട തൃപ്പനച്ചി ഉസ്താദിന്റെ നാമധേയത്തിലാണ് ഈ നഗരി പടുത്തുയർത്തപ്പെട്ടത്. നാടിന്റെയും നാട്ടാരുടെയും ഹൃദയ സോപാനത്തിൽ ഉപവിഷ്ടനായ ഉസ്താദ്, തഖ്വയുടെ നിറകുടം, ഒരുപാട് അമലുകൾ ചെയ്ത് ഇബാദത്തുകൾ ചെയ്ത് ധന്യനായ വ്യക്തിത്വം, സംസ്കൃത രൂപം. അല്ലാഹു അദ്ദേഹത്തിന് തസ്കിയത്തിന്റെ പ്രതിരൂപമായ ഉസ്താദിന് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ആ മഹാനുഭാവൻ അല്ലാഹു സ്വർഗം നൽകട്ടെ. അല്ലാഹു നമ്മുടെ പ്രിയപ്പെട്ട മശായിഖന്മാർക്ക്, ഉസ്താദന്മാർക്ക്, നമ്മുടെ മരണപ്പെട്ടു പോയ മുഴുവൻ കാരണവന്മാർക്കും അല്ലാഹു അവരുടെ ആഖിറം വെളിച്ചമാക്കി കൊടുക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുക. എനിക്ക് തന്നിരിക്കുന്ന വിഷയം ലോകാവസാനത്തിന് ശേഷം എന്ന വിഷയമാണ്. അപ്പൊ എന്നോടൊരു സുഹൃത്ത് ചോദിച്ചു, ലോകാവസാനം പറയില്ലേ? ലോകാവസാനം പറയാതെ ലോകാവസാനത്തിന് ശേഷം പറഞ്ഞാൽ അത് കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാവും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ലോകാവസാനം കൂടി പറഞ്ഞ്, അതാണ് അലിമാസ്റ്റർ ഇവിടെ സൂചിപ്പിച്ചത്, എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം പറഞ്ഞത് ലോകാവസാനം ഉൾപ്പെടെ പറയുമെന്ന്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞതല്ല. സഹോദരങ്ങളെ, എല്ലാ വസ്തുക്കൾക്കും അല്ലാഹു ഒരു അന്ത്യം വെച്ചിട്ടുണ്ട്. മനുഷ്യന് മരണമുള്ളതുപോലെ ഈ പ്രപഞ്ചത്തിന് ഒരു മരണം, ഒരു നാശം അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ട്. ആ ദിവസത്തിന്റെ പേരാണ് യൗമുൽ ഖിയാമ, യൗമുൽ ആഖിർ, അന്ത്യദിനം, അന്ത്യനാഴിക. ഖുർആൻ പല പേരുകളും പരിചയപ്പെടുത്തുന്നുണ്ട്. വാഖിഅ, ഹാഖ, അസ്സാഖ, അൽ ഖാരിഅ എന്നൊക്കെ അല്ലാഹു ആ ദിവസത്തെ പരിചയപ്പെടുത്തുകയാണ്. ഖുർആനിൽ കാണാം, കുല്ലു യജ്രി ലിഅജലിൻ മുസമ്മാ, കുല്ലുൻ ആകാശഗോളങ്ങളെല്ലാം യജ്രി ലിഅജലിൻ മുസമ്മാ, നിർണിതമായ ഒരു അവധി വരെ സഞ്ചരിക്കും. കോടാനുകോടി ഗാലക്സികൾ നോക്കൂ, ശാസ്ത്രത്തിന്റെ പുതിയ കണക്ക്
30,000 കോടി ഗാലക്സികളുണ്ട് എന്ന് ശാസ്ത്രം കണ്ടെത്തുന്നു. പ്രപഞ്ചം വികസിക്കുകയാണ് പോലും. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, വസ്സമാഅ ബനൈനാഹാ ബിഐദിൻ വഇന്നാ ലമൂസിഊൻ. ആകാശത്തെ നാമാണ് നമ്മുടെ കുദറത്ത് കൊണ്ട് നിർമ്മിച്ചത്, അതിനെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. വഇന്നാ ലമൂസിഊൻ. തീർച്ചയായും നാം തന്നെ ആകാശത്തെ പ്രപഞ്ചത്തെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സൂറത്തു ദാരിയാത്ത്. ഈ ആകാശത്തെ നമ്മുടെ കുദറത്ത് കൊണ്ട് പടച്ചു, നാം അതിനെ വികസിപ്പിക്കുന്നു. ഇതെങ്ങോട്ടാണ് വികസിക്കുന്നത്? സുഹൃത്തുക്കളെ, സ്പേസ്, ഗാലക്സി, സോളാർ സിസ്റ്റം, ഇതൊക്കെ നമ്മൾ ഖുർആനിൽ നിന്നും ശാസ്ത്രത്തിൽ നിന്നും പഠിച്ചതാണ്. നോക്കൂ, ഒരു ഗാലക്സിയിൽ ചുരുങ്ങിയത് 10,000 കോടി നക്ഷത്രങ്ങളുണ്ട്. ഒരു ഗാലക്സിയിൽ നക്ഷത്രങ്ങളുടെ കൂട്ടത്തിനാണ് ഗാലക്സി എന്ന് പറയുന്നത്. ഒരു ഗാലക്സിയിൽ ചുരുങ്ങിയത് 10,000 കോടി നക്ഷത്രം. ഓരോ നക്ഷത്രത്തിനും ഓരോ സോളാർ സിസ്റ്റം, സൗരയൂഥങ്ങൾ ഉണ്ടാകാം എന്ന് ശാസ്ത്രം അനുമാനിക്കുന്നു. ഇങ്ങനെയുള്ള കോടാനുകോടി ഗാലക്സികൾ അല്ലാഹു പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ച് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു. അൽ ഹയ്യു അൽ ഖയ്യൂം. അല്ലാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും അൽ ഖയ്യൂം, ഈ പ്രപഞ്ചത്തെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നവനുമാണ്. ഒരു ദിവസം ഈ പ്രപഞ്ചം തകരും. കുല്ലു യജ്രി ലി അജലിൻ മുസമ്മ. ഒരു നിർണിതമായ അവധി വരെ ഈ ആകാശഗോളങ്ങൾ സഞ്ചരിക്കുമെന്ന് ഖുർആൻ. വകുല്ലുൻ ഫീ ഫലകിൻ യസ്ബഹൂൻ. ആകാശഗോളങ്ങളെല്ലാം അതിന്റെ ഓർബിറ്റിൽ, അതിന്റെ ഫലക്കിൽ യസ്ബഹൂൻ, നീന്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്വിമ്മിംഗ് മോഷനിലാണ് സഞ്ചരിക്കുന്നത്. ജീവനുള്ള മനുഷ്യൻ വെള്ളത്തിൽ നീന്തുന്നത് പോലെ പൊങ്ങിയും താഴ്ന്നും ഒരു സ്വിമ്മിംഗ് മോഷൻ. ആകാശഗോളങ്ങൾ നീന്തി തുടിക്കുകയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. ഖുർആനാണിത് ലോകത്തോട് പറഞ്ഞത്. നോക്കൂ, ഒരു ദിവസം ഈ പ്രപഞ്ചം തകരും. എപ്പോഴാണത്? അല്ലാഹു തആല മുഖറബായ മലക്കിന് അറിയിച്ചു കൊടുത്തിട്ടില്ല. മുർസലായ നബിമാർക്ക് അറിയിച്ചു കൊടുത്തിട്ടില്ല. അതിന്റെ അടയാളങ്ങൾ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് അല്ലാഹു അറിയിച്ചു കൊടുത്തു. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് മുഹമ്മദിൽ കാണാം, ഫഖദ് ജാഅ അശ്റാതുഹാ. ഖിയാമത്തിന്റെ അടയാളങ്ങൾ ഇതാ വന്നു കഴിഞ്ഞു. വരും എന്നല്ല പറഞ്ഞത്, വന്നു കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. ഫഖദ് ജാഅ അശ്റാതുഹാ. ഖിയാമത്തിന്റെ അടയാളങ്ങൾ ഇതാ വന്നു കഴിഞ്ഞു. ഖിയാമത്തിന്റെ അടയാളം 3 തരംതിരിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന് കിസ്മുൽ ലഹറ വങ്കല, ഒന്നാമത്തെ വിഭാഗം കഴിഞ്ഞുപോയി. രണ്ടാമത്തെ വിഭാഗം വകിസ്മുൽ ലഹറ വലം യൻഖലി, ഇപ്പോൾ വെളിവായിക്കൊണ്ടിരിക്കുന്നു, കഴിഞ്ഞു പോയിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുന്ന ചെറിയ അടയാളങ്ങൾ. മൂന്നാമത്തെ വിഭാഗം വകിസ്മുൽ ലം യൽഹർ, ഇതുവരെ വെളിവാകാത്ത ഏറ്റവും പ്രധാനപ്പെട്ട വലിയ 10 അടയാളങ്ങളുമാണ്. ഇമാം ബർസൻജി റഹ്മഹുല്ലാ തന്റെ അശ്റാത്തുസ് സാഅ എന്ന കിതാബിൽ ഇത് വിവരിക്കുന്നുണ്ട്. കഴിഞ്ഞുപോയ അടയാളങ്ങളും അതുപോലെ വലിയ 10 അടയാളങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന അടയാളങ്ങളും ഇന്ന് പറയാൻ നമുക്ക് സമയത്തിന്റെ പരിമിതിയുണ്ട്. ഞാൻ ചില ഹദീസുകൾ മാത്രം നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുക. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ലാ തഖൂമുസ് സാഅതു ഇല്ലാ അലാ ശിറാരിൽ ഖൽഖി. ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല ഇല്ലാ അലാ ശിറാരിൽ ഖൽഖ്, അന്നത്തെ ജനങ്ങൾ വൃത്തികെട്ടവരായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഏറ്റവും മോശമായ ആളുകൾ ജീവിക്കുമ്പോഴാണ് ലോകം അവസാനിക്കുക. ലാ തഖൂമുസ് സാഅതു അലാ അഹദിൻ യഖൂലു അല്ലാഹ് അല്ലാഹ്, അല്ലാഹു അല്ലാഹ് എന്ന് പറയുന്ന ഒരാളുടെ മേലും ലോകം അവസാനിക്കുകയില്ല.
ഈ സൗരയൂഥം, ഈ ഗാലക്സി, ഈ പ്രപഞ്ചം, ഇതൊക്കെ അള്ളാഹു നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് ദിക്റാകുന്ന റൂഹ്, ജീവനുള്ളവർക്ക് വേണ്ടിയാ. നോക്കൂ, ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് ദിക്റ് കൊണ്ടാണ്, അള്ളാഹുവിന്റെ ദിക്റ് കൊണ്ടാണ്. അത് എവിടെ നിലയ്ക്കുന്നുവോ അപ്പോൾ ഈ പ്രപഞ്ചം തകരും എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാഹ്, അല്ലാഹു അല്ലാഹ് എന്നൊരാളും പറയാനില്ലാതെ വരുമ്പോഴാണ് ലോകം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും മോശമായ ഒരു സാഹചര്യം അന്ന് നിലനിൽക്കും. ഏതാണ് ഈ സാഹചര്യം? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒന്ന്, ലൈംഗിക വൈകൃതങ്ങൾ അന്ന് ലോകത്ത് വർദ്ധിക്കും, കൊലപാതകങ്ങൾ വർദ്ധിക്കും, അക്രമവും അരാജകത്വവും വർദ്ധിക്കും. ഒരു ഹദീസിൽ കാണാം, ദാറുഖുത്നി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, തകൂനു അശിയാഅ ഇൻദ ഖിറാബിസ്സാഅ, ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ ലോകത്ത് പല സംഭവങ്ങളും അരങ്ങേറും. മിൻഹാ നികാഹുർ റജുലി അർ-റജുല വനികാഹുൽ മർഅതി അൽ-മർഅ വനികാഹുർ റജുലി ഇംറഅതഹു ഫീ ദുബുരിഹാ. മുത്തുനബി പറയുകയാണ്, ആണ് ആണിനെ കല്യാണം കഴിക്കും, പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കും, പുരുഷൻ പെണ്ണിലേക്ക് സമീപിക്കും, പാശ്ചാത്യരുടെ ശൈലിയിൽ നിന്ന് മുഹമ്മദ് മുസ്തഫ. ലോകത്ത് സ്വവർഗരതി വ്യാപിക്കും. അല്ലാഹു കാക്കട്ടെ. സ്വവർഗരതി ചില പാശ്ചാത്യൻ രാജ്യങ്ങളിലൊക്കെ സ്വവർഗരതി ഇപ്പൊ അനുവദിക്കപ്പെട്ടിരിക്കുക. ആണിന് ആണിന്റെ കൂട്ടത്തിൽ ജീവിക്കാം, പെണ്ണ് പെണ്ണിന്റെ കൂട്ടത്തിൽ ജീവിക്കാം, ഭാര്യയും ഭർത്താവും പോലെ. ഇതിനാണ് സ്വവർഗരതി എന്ന് പറയുക. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. നോക്കൂ, ഒരു പഴയ കണക്കനുസരിച്ച് ഇന്ത്യ രാജ്യത്ത് 25 ലക്ഷം എയ്ഡ്സ് രോഗികളുണ്ട്. HIV, അക്വയർഡ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം 25 ലക്ഷം. അതിൽ 8% സ്വവർഗരതിയിലൂടെയാണ് പകരുന്നത് പോലും ഒരു ലേഖനത്തിൽ ഈ അടുത്ത കാലത്ത് വന്നിരുന്നു. നോക്കൂ, ഖിയാമത്ത് അടുക്കുമ്പോൾ ഇന്നത്തെ പത്രം കണ്ടോ? ഓരോ ദിവസവും നമ്മുടെ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങൾ നമുക്ക് നൽകുന്ന വാർത്തകൾ ദുഃഖകരമാണ്. 3 വയസ്സുള്ള പെൺകുഞ്ഞ് മുതൽ 70 വയസ്സുള്ള തള്ള വരെ ഇന്ന് പീഡനങ്ങളിൽ നിന്ന് മുക്തരല്ല. കഴിഞ്ഞ ആഴ്ച ചോറ്റാനിക്കരയിൽ നടന്ന സംഭവം ഓർക്കണം നിങ്ങൾ. നോക്കൂ, റാണി എന്ന് പറയുന്ന സ്ത്രീ, വിവാഹമോചിതയായ ആ പെണ്ണ് തന്റെ 2 കാമുകന്മാർക്ക് വേണ്ടി 4 വയസ്സുള്ള പുന്നാര മകൾ അക്സമോളെ ഇഞ്ചിഞ്ചായി കൊല്ലാൻ കൂട്ടുനിന്ന മാതാവാണവർ. അക്സമോൾ മറന്നോ നിങ്ങൾ? പത്രത്തിൽ വായിച്ചില്ലേ? 4 വയസ്സുണ്ട്. നഴ്സറിയിൽ നിന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോ ഈ 2 യുവാക്കൾ കൊണ്ടുപോയി റബ്ബർ തോട്ടത്തിൽ അടിച്ചും തൊഴിച്ചും ആ പൊന്നുമോളെ കൊന്നുകളഞ്ഞ സുഹൃത്തുക്കളെ. മാതാവിന് ഈ പെൺകുട്ടി ശല്യമായിരുന്നു. എങ്ങോട്ടേക്കാണ് ലോകം പോകുന്നത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഹാക്കിം ഉദ്ധരിച്ചു. നോക്കൂ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, 14 നൂറ്റാണ്ട് മുമ്പ് ഹബീബായ മുത്ത് പറഞ്ഞ ഹദീസ് നിങ്ങൾ ശ്രദ്ധിക്കണം. വമിൻഹാ, ലൈംഗിക വൈകൃതങ്ങളിൽ പെട്ടതാണ് യക്സുറു ഔലാദുസ്സിനാ. ഖിയാമത്ത് അടുക്കുമ്പോൾ ജാരസന്തതികൾ പെറ്റുപെരുകും, ജാരസന്തതികളുണ്ടാകും, ഔലാദുസ്സിന വർദ്ധിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഹത്താ ഇന്നർ റജുല ലയഗ്ശൽ മർഅത അലാ ഖാരിഅത്തി ത്വരീഖ്. നിങ്ങൾക്ക് കാണാം അന്ന് ഹത്താ ഇന്നർ റജുല ലയഗ്ശൽ മർഅ, നടുറോഡിൽ വെച്ചൊരു പുരുഷൻ ഒരു പെണ്ണിനെ ആലിംഗനം ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. ഫയഖൂലു അംസലുഹും ഫീ ദാലിക സമാൻ, അന്നൊരാൾ പറയും, ലവിഅതസൽതുമാ അനി ത്വരീഖ്, വഴിയിൽ നിന്ന് മാറിക്കൂടെ. വഴിയാത്രക്കാർക്ക് തടസ്സം സൃഷ്ടിക്കുന്ന രൂപത്തിലുള്ള ലീലാവിലാസങ്ങളൊക്കെ ഉണ്ടാകും ഖിയാമത്ത് നാളിനു മുമ്പ് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നമുക്ക് പഠിപ്പിച്ചു തന്നു. അധാർമികത, അരാജകത്വം, സംഘർഷങ്ങൾ ഈ ഒരു സമയത്താണ് ലോകം അവസാനിക്കുക.
ജനങ്ങൾ ഏറ്റവും മോശമായ ഒരു സമയത്തായിരിക്കും ഖിയാമത്ത് സംഭവിക്കുക. എങ്ങനെയാണ് ലോകം അവസാനിക്കുന്നത്? ഖുർആനും തിരുസുന്നത്തും നമുക്ക് പഠിപ്പിച്ചു തരുന്നു. 3 പ്രാവശ്യം മലക്ക് ഇസ്രാഫീൽ സൂറെന്ന കാഹളത്തിൽ ഊതുന്നതാണ്. ഒന്നാമത്തെ ഊതലിന്റെ പേര് നഫ്ഹത്തുൽ ഫസഅ് എന്നാണ്. രണ്ടാമത്തെ ഊതലിന്റെ പേര് നഫ്ഹത്തുസ് സഅത്ത് എന്നാണ്. മൂന്നാമത്തെ ഊതലിന്റെ പേര് നഫ്ഹത്തുൽ ബഅസി വന്നുശൂർ. 3 പ്രാവശ്യം മലക്ക് ഇസ്രാഫീൽ, അതിന്റെ ഉത്തരവാദിത്തം നൽകപ്പെട്ട മലക്ക് ഈ സൂറിൽ ഊതുന്നതോടുകൂടി ഖിയാമത്ത് ആരംഭിക്കുകയാണ്. ഒരിക്കൽ ഒരു അറാബി ഇലാ ഹളറത്തി റസൂലില്ലാഹ്, മുത്തു റസൂലുള്ളാഹിയുടെ സദസ്സിലേക്ക് വന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം, മസ്സൂറു യാ റസൂലല്ലാഹ്, എന്താണ് ഈ സൂർ എന്ന് പറയുന്ന കാഹളം? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഖർനുൻ യുൻഫഹു ഫീ, അതൊരു കൊമ്പാണ്, അതൊരു കാഹളമാണ്, അതിൽ ഊതപ്പെടുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. ഇസ്രാഫീൽ അലൈഹിസ്സലാം ഊതുന്ന കൊമ്പ് കാഹളം ചെറുതല്ല. ഇന്നഹു അലീം, അത് ആകാശം പോലെ വിശാലമാണെന്ന് ഹദീസുകളിൽ കാണാം. അതിൽ 3 പ്രാവശ്യം ഊതും. അതാ ഒന്നാമത്തെ ഊതലിനെ പറ്റി അല്ലാഹു സൂറത്തുൻ നംലിലും 2ഉം 3ഉം ഊതലിനെ പറ്റി അല്ലാഹു സൂറത്തു സുമറിലും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒന്നാമത്തെ ഊതൽ അല്ലാഹു പറയുകയാണ്, വയൗമ യുൻഫഖു ഫിസ്സൂർ, സൂറെന്ന കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ ഫഫസിഅ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർള്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവരെല്ലാം പരിഭ്രാന്തരാകും. ഇല്ലാ മൻ ഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചവരൊഴികെ. വകുല്ലുൻ അതൗഹു ദാഖിരീൻ, എല്ലാവരും അല്ലാഹുവിന്റെ മുന്നിലേക്ക് വിനയാന്വിതരായി വരുമെന്ന് ഖുർആൻ. ഈ ആയത്തിൽ അല്ലാഹു ഒരു ഊതലിനെ പറ്റിയാണ് പറഞ്ഞത്, നഫ്ഹത്തുൽ ഫസഅ്. നോക്കൂ, ഇസ്രാഫീൽ അലൈഹിസ്സലാം ആ കാഹളത്തിൽ ഊതുന്നതോടുകൂടി ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാവരും പരിഭ്രാന്തരാകും. അല്ലാഹു ഇസ്തിസ്നാ ചെയ്ത് പറഞ്ഞു, ഇല്ലാ മൻ ഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചവർ ഒഴികെ. അപ്പൊ ചിലരതിൽ പെടില്ല എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, കൈഫ അൻഅമു, ഞാനെങ്ങനെ ദുനിയാവിൽ സുഖിക്കും, ഞാനെങ്ങനെ ദൂർത്തടിക്കും, ഞാനെങ്ങനെ സുഖസുഷുപ്തിയിൽ ജീവിക്കും. വസാഹിബുൽ കർണി, കാഹളത്തിന്റെ ഉടമസ്ഥൻ സൂറെന്ന കൊമ്പും പിടിച്ചുകൊണ്ടിരിക്കുന്ന മലക്ക് ഇസ്രാഫീൽ അലൈഹിസ്സലാം, ഖദിൽ തഖമൽ കർണ, ആ കാഹളത്തെ ചുണ്ടോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. വഹനാ ജബ്ഹതഹു വസ്ഗാ സമഅഹു, ചെവികൾ കൂർപ്പിച്ചിരിക്കുകയാണ്, നെറ്റിത്തടം താഴ്ത്തി പിടിച്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ അർശിലേക്ക് തുറിച്ചു നോക്കുകയാണ്. മത്താ യുമർ, എപ്പോഴാണ് പടച്ചതമ്പുരാന്റെ കൽപ്പന വരുന്നത് എന്നും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു. കന്നൈനാ, ഇസ്രാഫീലിന്റെ 2 കണ്ണുകൾ കൗകബാനി ദുരിയാൻ, അത് തുറിച്ചു നോക്കുന്ന നക്ഷത്രം പോലെയാണ്, തിളങ്ങുന്നു. അല്ലാഹുവിന്റെ അർശിലേക്ക് തുറിച്ചു നോക്കുകയാണ്, അല്ലാഹുവിന്റെ കൽപ്പന വരുന്നതും കാത്ത് അല്ലാഹു നൽകിയ ഉത്തരവാദിത്വം നിർവഹിക്കാൻ. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, അങ്ങനെ സൂറിൽ ഇസ്രാഫീൽ ഊതിക്കൊണ്ടിരിക്കുമ്പോൾ അതാ ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവർ പരിഭ്രാന്തരാകും. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹജ്ജ് തുടങ്ങുന്നത് തന്നെ സൽസലത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്, ഈ പ്രകമ്പനത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും, ഓ ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഇന്ന സൽസലത്തസ്സാഅതി ശൈഉൻ അലീം, ഖിയാമത്തിന്റെ പ്രകമ്പനം ഭയങ്കര സംഭവമാണ്. ഖിയാമത്തിന്റെ പ്രകമ്പനം അത് ഭയങ്കര സംഭവമാണ്. യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മാ അർളഅത് വതളഉ കുല്ലു ദാതി ഹംലിൻ
حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. അല്ലാഹു പറയുകയാണ്, യൗമ തറൗനഹാ, നിനക്ക് കാണാം ആ ദിവസത്തിൽ, തദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മാ അർളഅത്, മുല കൊടുക്കുന്ന സ്ത്രീകൾ മുല കൊടുക്കുന്ന കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുന്നതായി കാണാം. വതളഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ, ഓരോ ഗർഭിണിയും മാസം തികയുന്നതിനു മുമ്പ് പ്രസവിക്കുന്നത് നിനക്ക് കാണാം. വതറന്നാസ സുകാറാ, ജനങ്ങളെല്ലാം മദോന്മത്തരായിട്ട് നിനക്ക് കാണാം. വമാഹും ബിസുകാറാ, അവര് കള്ളു കുടിച്ചതിന്റെ പേരിൽ മദോന്മത്തരായതല്ല. വലാകിന്ന അദാബല്ലാഹി ശദീദ്, അല്ലാഹുവിന്റെ അദാബ് കഠിനമാണ്. ഇസ്രാഫീൽ സൂറെന്ന കാഹളത്തിൽ ഊതുന്നതോടുകൂടി സുഹൃത്തുക്കളെ ഉണ്ടാകുന്ന മാറ്റങ്ങളാണിത്. ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ഖുർആനിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരു ദിവസം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ ഒരു കാര്യം കണ്ടു. ആ മുഖത്ത്, ശിബ്ത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് നരച്ചല്ലോ, അങ്ങയുടെ താടി നരച്ചിരിക്കുന്നു. സഹാബത്ത് എഴുതി വച്ചു. ഹദീസിൽ കാണാം, തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, 20ഓളം രോമങ്ങൾ നരച്ചിരുന്നു പ്രവാചകന്റെ. നബിയെ, അവിടുന്ന് നരച്ചല്ലോ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അബൂബക്കറേ, ശയ്യബത്തിനീ സൂറത്തു ഹൂദ്, എന്നെ നരപ്പിച്ചത് ഹൂദ് അധ്യായമാണ്, അതിന്റെ സഹോദരിമാരുമാണ്. വൽ മുർസലാത്തു ഇദശംസു കുവ്വിറത്ത് വൈദസ്സമാഉ ഫതറത്ത്, ഈ സൂറത്തുകളാണ് എന്നെ നരപ്പിച്ചത്. ഈ സൂറകളിൽ, ഈ അധ്യായങ്ങളിൽ ഖിയാമത്തിനെ അല്ലാഹു വരച്ചു കാണിക്കുകയാണ്. ഖിയാമത്ത് നാളിനെ ഇങ്ങനെ വരച്ചു കാണിക്കുകയാണ് അല്ലാഹു തആല. നോക്കൂ, അല്ലാഹു പറയുന്നു, ഇദശംസു കുവ്വിറത്, സൂര്യൻ ചുരുട്ടപ്പെടുമ്പോൾ, സൂര്യൻ ചുരുട്ടപ്പെടുമ്പോൾ, വഇദൻ നുജൂമു കദറത്, താരകങ്ങൾ നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുമ്പോൾ, വഇദൽ ജിബാലു സുയ്യിറത്, പർവ്വതങ്ങൾ പറത്തപ്പെടുമ്പോൾ, വഇദൽ ഇശാറു ഉത്തിലത്, പ്രായമായ ഒട്ടകങ്ങൾ അശ്രദ്ധരായി ഉപേക്ഷിക്കപ്പെടുമ്പോൾ, വഇദൽ ബിഹാറു സുജ്ജിറത്, ബഹറുകൾ കടലുകൾ കത്തിക്കപ്പെടുമ്പോൾ. ഖിയാമത്തിന്റെ ദിവസം നടക്കുന്ന സംഭവങ്ങളാണ്. സൂര്യന്റെ പ്രഭ കെട്ട് സൂര്യനെ അല്ലാഹു ചുരുട്ടും, തലപ്പാവ് ചുട്ടും പോലെ. നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴും. ആകാശലോകത്ത് മാറ്റങ്ങളുണ്ടാകും. ആ ദിവസത്തെ പറ്റി അല്ലാഹു പറയുകയാണ് ഖുർആനിൽ, യൗമ തമൂറുസ് സമാഉ മൗറാ, ആകാശം നിന്ന് കറങ്ങും. വയൗമ തശഖഖുസ് സമാഉ, ആകാശം പൊട്ടിക്കീറുന്ന ദിവസമാണ്. അസ്സമാഉ മുൻഫതിറുൻ ബി യൗമ യജഅലുൽ വിൽദാന ശീബാ, അന്ന് കുട്ടികൾക്ക് നര പിടിക്കും. പ്രായമായി നരച്ചതല്ല, അന്ന് കുട്ടികൾക്ക് നരബാധിക്കുന്ന ദിവസമാണ്. നോക്കൂ, ഇസ്രാഫീൽ സൂറെന്ന കാഹളത്തിൽ ഊതുന്നതോടുകൂടി മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. അല്ലാഹു പറഞ്ഞു ചെറിയ അധ്യായത്തിൽ, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ഭൂമി വിറപ്പിക്കപ്പെടുമ്പോൾ അതിന്റെ പ്രകമ്പനം, ഭൂമി പ്രകമ്പിതയാകുമ്പോൾ, വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ, ഭൂമി അതിന്റെ ഭാരങ്ങൾ പുറത്തേക്ക് തള്ളുമ്പോൾ, വഖാലൽ ഇൻസാനു മാ ലഹാ, അന്ന് മനുഷ്യൻ പറയും, ഭൂമിക്ക് എന്തു പറ്റിപ്പോയി? അടങ്ങിക്കിടന്ന ഭൂമിയാണല്ലോ, ഇന്നത് ഇളകി മറിയുന്നല്ലോ, അത് പ്രകമ്പിതയാകുന്നു, അതാ അതിൽ കമ്പങ്ങൾ ഉണ്ടാകുന്നു, എന്തു പറ്റിപ്പോയി? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു,
തുൽക്കിൽ അർളു, അന്ന് ഭൂമി പുറത്തേക്കിടും അഫ്ലാദ കബിദിഹാ, അവളുടെ കരളിന്റെ കഷ്ണങ്ങളെ. മരണപ്പെട്ടവരെ പുറത്തേക്ക് തള്ളും, ഖബറിന്റെ അകത്ത് കിടക്കുന്നവരെ പുറത്തേക്ക് തള്ളും. വെള്ളിയും സ്വർണവും അതിന്റെ ഖനിജങ്ങളെ പുറത്തേക്ക് തള്ളുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഉസ്തുവാനൽ ദഹബി വൽ ഫില്ല, സ്വർണത്തിന്റെയും വെള്ളിയുടെയും കട്ടികളെ ഭൂമി പുറത്തേക്ക് തള്ളും. നോക്കൂ, ആ സമയത്ത് ഒരു കൊലപാതകി വരും, കൊന്നവൻ വരും. അവൻ വന്നിട്ട് പറയും, ഈ സ്വർണത്തിന് വേണ്ടിയാണ് ഞാൻ ഇന്നയാളെ കൊന്നത്. അന്ന് വേറൊരാൾ വരും, ഫാത്തിഹ വരും, കുടുംബബന്ധം മുറിച്ചവൻ വരും, വിച്ഛേദിച്ചവൻ വരും. അവൻ വന്നിട്ട് പറയും, ഈ പൊന്നിന് വേണ്ടിയാണ്, ഈ പണത്തിന് വേണ്ടിയാണ് ഞാൻ കുടുംബബന്ധം മുറിച്ചത്. അന്ന് വേറൊരാള് വരും, സാരിക്ക് മോഷ്ടാവ് വരും. മോഷ്ടാവ് വന്നിട്ട് പറയും, ഈ സ്വർണം എടുത്തതിന്റെ പേരിലാണ് കോടതി എന്റെ കൈ ഛേദിച്ചത്. കണ്ടോ, ലോകത്ത് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം രണ്ടാണ്, കനകവും കാമിനിയും. അല്ലേ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, സുമ്മയുദഊൻ, ഭൂമി കിടകിടാ വിറച്ചുകൊണ്ടിരിക്കുന്നു, ആകാശം നിന്ന് തിരിയുന്നു. നോക്കൂ, ആകാശം പൊട്ടിക്കീറുന്നു. ആ സമയത്ത് സ്വർണങ്ങളും വെള്ളിയും പുറത്തേക്ക് വരുമ്പോൾ അല്ലാഹു തആല പറയും, എടുത്തോളീൻ. സുമ്മയുദഊൻ ഫലാ യഖുദൂന മിൻഹു ശൈആ, ആർക്കും അന്ന് വെള്ളിയും വേണ്ട, അന്ന് സ്വർണവും വേണ്ട, അന്ന് വെള്ളി പൂശിയ സ്വർണത്തിന്റെ സ്പൂണും വേണ്ട, അന്ന് വെള്ളി പൂശിയ സ്വർണത്തിന്റെ കപ്പും വേണ്ട. അന്ന് ആരും സ്വർണത്തെ ഉരുക്കി ഗ്രീസാക്കി കൊണ്ടുവരാനും നിൽക്കില്ല. ഇസ്രാഫീൽ അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ കൽപ്പന വന്നു, അതാ ഒന്ന് ഊതി. അപ്പോൾ ലോകത്ത് കാണുന്ന മാറ്റങ്ങളാണിതൊക്കെ, ലോകത്ത് കാണുന്ന മാറ്റങ്ങളാണിതൊക്കെ. ഭൂമി ഇളകി മറിയുന്നു. കല്ലാ ഇദാ ദുക്കത്തിൽ അർളു ദക്കൻ ദക്കാ, ഭൂമി പൊടിക്കപ്പെടുമ്പോൾ, തവിട് പൊടിയാക്കപ്പെടുമ്പോൾ അല്ലാഹു പറയുകയാണ്, യൗമ തമൂറു സമാഉ മൗറാ, ആകാശം കറങ്ങി ആടി ഒലയുന്ന ദിവസം. വതസീറുൽ ജിബാലു സൈറാ, അന്ന് പർവ്വതങ്ങൾ, ഭൂമിയുടെ ആണികളായ കീലകങ്ങളായ പർവ്വതങ്ങൾ പറന്നു പോകുന്ന ദിവസം. فإذا انشقت السماء فكانت وردة كالدهان, ആകാശം വിണ്ടു കീറുന്ന ദിവസം. അന്ന് ആകാശം ചുവന്ന കുഴമ്പ് പോലെയായി മാറുമെന്ന് സൂറത്തുർ റഹ്മാൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. കുല്ലു മൻ അലൈഹാ ഫാൻ, ഈ പ്രപഞ്ചത്തിലെ സമസ്ത വസ്തുക്കളും നശിച്ചു ഒടയുന്ന ദിവസം. കുല്ലു ഷൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹഹു, എല്ലാ വസ്തുക്കളും ഹലാക്കാകുന്ന ദിവസം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദാത്തൊഴികെ, അവന്റെ സത്തയൊഴികെ എല്ലാം അടിച്ച് തരിപ്പണമാക്കി തകർക്കുന്ന ദിവസം. യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർള്, അല്ലാഹു ഭൂമിയെ മാറ്റിമറിക്കും, ഭൂമിയല്ലാത്ത രൂപത്തിൽ. വസ്സമാവാത്, ഈ 7 ആകാശങ്ങളെയും ഈ ഗാലക്സികളെയും സ്പേസിനെയും ഈ സോളാർ സിസ്റ്റത്തെയും സൗരയുധത്തെയും ഒക്കെ അല്ലാഹു മാറ്റിമറിക്കും. വജുമിഅശ് ശംസു വൽ ഖമർ, നോക്കൂ, സൂര്യനും ചന്ദ്രനും ഒരേ ട്രാക്കിൽ ഒരുമിച്ച് കൂട്ടപ്പെടും ദിവസം. നൂറുകണക്കിന് ആയത്തുകൾ. ഖിയാമത്ത് എന്താണെന്ന് അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഈ ആയത്തുകളാണ് നമ്മുടെ ഹബീബായ മുത്തിന്റെ കറുത്ത മുടി നരപ്പിച്ചത്. സുഹൃത്തുക്കളെ, അത്ര സങ്കീർണമാണ് ഖിയാമത്ത് നാൾ, അത്ര സങ്കീർണമാണ്. അതിനെ ലാഘവത്തിൽ കാണരുത്, അതിനെ ലാഘവത്തിൽ കാണരുത്. സഹോദരങ്ങളെ, അല്ലാഹു അതാ ഇദാ സുൽസിലത്തി എന്ന സൂറത്തിൽ അത് വിശദീകരിക്കുകയാണ്. ഭൂമിക്കുള്ളിൽ കിടക്കുന്ന എല്ലാ ഭാരങ്ങളും
മരണപ്പെട്ടവരുടെ മയ്യത്ത്, സ്വർണം, വെള്ളി, നിധി എന്തെല്ലാമുണ്ടോ അതെല്ലാം ഭൂമിയെന്ന് പുറത്തേക്കെടുത്ത് കൊടയുന്ന ദിവസം, ഭൂമി ആടി ഇളകുമ്പോൾ മനുഷ്യൻ ചോദിക്കും, ഇതെന്താ അടങ്ങിക്കിടക്കാത്തത്? അന്ന് മനുഷ്യൻ പറയും, മാലഹ, എന്തു പറ്റിപ്പോയി? ഈ കിയാമത്തിന്റെ അടയാളമാണ്. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, കിയാമത്ത് അടുക്കുമ്പോ ഭൂമി കുലുക്കം വർദ്ധിക്കും. ഹദീസിൽ കാണാം, ഖിയാമത്ത് നാളെ അടുക്കുമ്പോൾ ഭൂകമ്പങ്ങൾ വർദ്ധിക്കും. കൊള്ളിമീനും വർദ്ധിക്കും, ഇടിമിന്നലും വർദ്ധിക്കും. ഖിയാമത്തിന്റെ അടയാളമാണ്. മനുഷ്യൻ ചോദിക്കും, ഭൂമിക്ക് എന്തു പറ്റിയെന്ന്. നോക്കൂ, അല്ലാഹു തആല ഖിയാമത്ത് നാളിൽ ഭൂമി അന്ന് വിളിച്ചു പറയും, ഭൂമി അന്ന് വിളിച്ചു പറയും അവളുടെ വർത്തമാനങ്ങൾ. അല്ലാഹു പറയുകയാണ്, കണ്ട, ഭൂമിയെ അല്ലാഹു സ്ത്രീലിംഗമായി പെണ്ണായിട്ടാണ് പറഞ്ഞത്. അവളുടെ വർത്തമാനം ഖിയാമത്ത് നാളിൽ അവൾ വിളിച്ചു പറയും, ഭൂമി വിളിച്ചു പറയും. എന്താണിത്? ഒരു ഹദീസിൽ കാണാം, തബ്രാനി ഉദ്ധരിക്കുന്നു, പ്രവാചകൻ പറഞ്ഞു, തഹ്ഫദുൽ അർള, നിങ്ങൾ ഭൂമിയെ സൂക്ഷിച്ചോ, ഫഇന്നഹാ ഉമ്മുക്കും, ഭൂമി നിങ്ങളുടെ ഉമ്മയാണ്. ഭൂമി നിങ്ങളുടെ ഉമ്മയാണ്, ഭൂമിയെ നിങ്ങൾ സൂക്ഷിച്ചോ. വലൈസ മിൻ അഹദിൻ ആമിലിൻ അലൈഹാ, ആ ഭൂമുഖത്ത് വെച്ച് ആരെങ്കിലും ഖൈറൻ ഔ ശർറ, എന്ത് നന്മ ചെയ്താലും എന്ത് തിന്മ ചെയ്താലും ഇല്ലാ വഹിയ മുഖ്ബിറ, ഈ ഭൂമി ഖിയാമത്ത് നാളിൽ വിളിച്ചു പറയും, ഷഫീഉനാ റസൂലുള്ളാഹി. കണ്ടോ സുഹൃത്തുക്കളെ, ശാസ്ത്രവും ടെക്നോളജിയും വികസിച്ച ഈ കാലഘട്ടത്തിൽ പോലും ഒരമേരിക്കയ്ക്കും ഒരു ശാസ്ത്രത്തിനും ഒന്നും പറയാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യം പ്രവാചകനും ഖുർആനും നമുക്ക് പഠിപ്പിച്ചത്. മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ 3 രൂപത്തിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഒന്ന്, അവന്റെ വലതും ഇടതും ഇരിക്കുന്ന 2 മലക്കുകൾ. 2, ഏത് കർമ്മം ചെയ്യുന്നുവോ ആ പാർട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ആ അവയവം. 3, എവിടെ വെച്ചാണോ ചെയ്യുന്നത് ആ സ്പോട്ട്, അവിടത്തെ റെക്കോർഡിംഗ് യൂണിറ്റിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. 3 രൂപത്തിൽ റെക്കോർഡിംഗ് നടക്കുന്നുണ്ട്. ഈ 3 രൂപത്തിലും നാളെ പടച്ചതമ്പുരാന്റെ മുന്നിൽ വെച്ച് ഇവര് വിളിച്ചു പറയും, ഭൂമി വിളിച്ചു പറയും, നമ്മുടെ അവയവം വിളിച്ചു പറയും, സ്ഥലം വിളിച്ചു പറയും. ഓട്ടിക്കും കൊടൈക്കനാലിനും പോയപ്പോൾ ആരെങ്കിലും അതാ പ്രകൃതി സുന്ദരമായ പാറപ്പുറത്തിരുന്ന് കള്ളുകുടിച്ചിട്ടുണ്ടെങ്കിൽ അവിടത്തെ പാറ വിളിച്ചു പറയും, അവിടത്തെ മല വിളിച്ചു പറയും, എന്റെ പുറത്ത് വെച്ചാണ് കള്ളിന്റെ കുപ്പി പൊട്ടിച്ചത്. അല്ലാഹു കാക്കട്ടെ. എവിടെ വെച്ചാണോ നന്മ ചെയ്തത്, നമസ്കരിക്കാൻ ജമാഅത്തിന് സുബഹിക്ക് പള്ളിയിൽ പോയെങ്കിൽ ആ ഭൂമി വിളിച്ചു പറയും, എന്റെ മാറത്ത് ചവിട്ടിക്കൊണ്ടാണ് ഈ മനുഷ്യൻ സുബഹിക്ക് ജമാഅത്തിന് വന്നത്. നോക്കൂ, സഫാ മർവ വിളിച്ചു പറയും, എന്റെ മാറത്ത് കൂടി നടന്നു ഹാജറ ഉമ്മ നടന്നതുപോലെ. എന്ത് ഖൈറും ഭൂമി വിളിച്ചു പറയും, ഏത് ശർറും വിളിച്ചു പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. യൗമഇദിൻ, അന്ന് ഖിയാമത്ത് നാളിൽ, തുഹദ്ദിസു അഖ്ബാറഹാ, ഭൂമി അവളുടെ വർത്തമാനം വിളിച്ചു പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു പടച്ചോ നമ്മളെല്ലാം കാക്കട്ടെ. സഹോദരങ്ങളെ, ചെയ്തതെല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. വലതും ഇടതും 2 മലക്കുകൾ. കണ്ടോ, ഒരു ശാസ്ത്രവും അത് കണ്ടെത്തിയിട്ടില്ല ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. 2 മലക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ട് എന്ന്. അത് പറഞ്ഞത് ഖുർആനാണ് സുഹൃത്തുക്കളെ. എവിടെ? إذ يتلقى المتلقيان عن اليمين وعن الشمال قعيد. വലതും ഇടതും സ്വീകരിക്കുന്ന 2 മലക്കുകൾ സ്വീകരിക്കുന്നുണ്ട്. ഖുർആൻ, മായൽ ഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. മനുഷ്യൻ ഒരു വാക്കും ഉച്ചരിക്കുകയില്ല, റഖീബ് അതീദ് രേഖപ്പെടുത്താതെ. റഖീബ് അതീദ് കണ്ടോ. അതുകൊണ്ട് ഗൈബത്ത് പറയുമ്പോ, ഏഷണി പറയുമ്പോ, പാര വെക്കുമ്പോ സൂക്ഷിച്ചോ, മലക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു നാവിനെ സൂക്ഷിക്കാൻ തൗഫീഖ് നൽകട്ടെ.
അല്ലാഹു നാവിനെ സൂക്ഷിക്കാൻ, പടച്ചവൻ കരങ്ങളെ സൂക്ഷിക്കാൻ, പാപങ്ങളിൽ നിന്ന് ഒഴിവാകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. തൗബ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നോക്കൂ, 3 രൂപത്തിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ 3 യൂണിറ്റിൽ നിന്നും അല്ലാഹു ഒരു ദിവസം അത് മായ്ച്ചു കളയും. എപ്പോൾ? മുത്തു റസൂലുള്ള പറഞ്ഞ ഹദീസ് നിങ്ങൾക്ക് ഞാൻ നൽകുകയാണ്. ഇദാ താബൽ അബ്ദു, അല്ലാഹുവിന്റെ അടിമ തൗബ ചെയ്താൽ, അല്ലാഹുവിന്റെ അടിമ ഇസ്തിഗ്ഫാർ പറഞ്ഞ് പൊറുക്കലിനെ തേടി ആത്മാർത്ഥമായി തൗബ ചെയ്താൽ, അൻസല്ലാഹുൽ ഹഫളത ദുനൂബഹു, അതാ 2 മലക്കുകൾക്ക്, ഹഫളത്തിന്റെ മലക്കുകൾക്ക് അല്ലാഹു അവന്റെ പാപങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെടും. പടച്ചവൻ മറപ്പിച്ചു കൊടുക്കും. വൻസാദാലിക ജവാരിഹു, ഏത് പാർട്ട് കൊണ്ട്, ഏത് അവയവം കൊണ്ടാണോ തെറ്റ് ചെയ്തത് അതിന്റെ യൂണിറ്റിൽ നിന്നും അല്ലാഹു മായ്ച്ചു കളയും. 3-മത്തത് മആലിമഹു മിനൽ അർള്, ഭൂമിയുടെ എവിടെയൊക്കെയാണോ നീ തെറ്റ് ചെയ്തത് ആ ഭാഗത്ത് രേഖപ്പെടുത്തിയത് അല്ലാഹു മായ്ച്ചു കളയും. നീ ഇസ്തിഗ്ഫാർ പറയുന്നതോടുകൂടി, തൗബ ചെയ്യുന്നതോടുകൂടി, അങ്ങനെ നീ റബ്ബിനെ നാളെ മഹ്ശറ മുറ്റത്ത് വെച്ച് കാണും. ഹത്താ യൽഖല്ലാഹ് വലൈസ അലൈഹി ഷാഹിദുൻ ബിദംബിൻ, നിനക്കെതിരെ ആരും മൊഴി കൊടുക്കുകയില്ല. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് തൗബ ചെയ്യും, തൗബ ചെയ്യും. അല്ലാഹു എത്ര വലിയ തെറ്റും പുറത്തു തരും, ശിർക്കൊഴികെ, ശിർക്കൊഴികെ. ബാക്കി ഏത് തെറ്റും ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു പുറത്തു തരും മുഅ്മിനീങ്ങളെ. അല്ലാഹു കാരുണ്യത്തിന്റെ കടലാണ് സുഹൃത്തുക്കളെ, കരുണാനിധിയാണ്, ലത്തീഫാണ്, ഹലീമാണവൻ, ഗഫൂറാണ്, റഹ്മാനാണ്, റഹീമാണവൻ, വദൂദാണവൻ. അല്ലാഹു അവന്റെ അടിമകളോട് കരുണയുള്ളവനാണ് സുഹൃത്തുക്കളെ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഹദീസ് കണ്ടു. അലൈക്കും ബിഖിയാമിൽ ലൈൽ, നിങ്ങൾ രാത്രി തഹജ്ജുദ് നമസ്കരിക്കുക. വലൗ ഹലബ ഷാത്തിൻ, ഒരാടിനെ കറക്കുന്ന സമയം കൊണ്ടെങ്കിലും എന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഒരാടിനെ കറക്കാൻ, ഒരു ഗ്ലാസ് ആട്ടിൻപാല് കറക്കാൻ എത്ര നേരം വേണം? അതിന്റെ അർത്ഥം 2 റക്അത്തെങ്കിലും നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ നിസ്കരിക്കണം എന്ന് മുഹമ്മദ് മുസ്തഫ. സുഹൃത്തുക്കളെ, നമുക്ക് മടങ്ങാൻ സമയമായി. എങ്ങോട്ട്? എങ്ങോട്ട്? യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. അല്ലാഹു അവന്റെ ഖുർആനിൽ ഒറ്റ സ്ഥലത്തെ പറഞ്ഞിട്ടുള്ളൂ, എന്റെ ഈ സ്വർഗത്തിലേക്ക് നീ കയറ്. എന്റെ സ്വർഗത്തിലേക്ക് കയറാൻ പറഞ്ഞത് ഈ ഒറ്റ സൂറത്തിലേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി പല സൂറത്തിലും സ്വർഗത്തെപ്പറ്റി അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനം പ്രാപിച്ച ആത്മാവേ, ഇർജിഇ, നീ മടങ്ങ്, നീ നശ്വരമായ ഈ ശരീരത്തെ വിട്, നീ എന്നിലേക്ക് വാ. റാളിയതം മർളിയ, നീ എന്നിൽ പൊരുത്തപ്പെട്ട് ഞാൻ നിന്നിൽ സംപ്രീതനുമാണ്. നീ എന്നിൽ സംപ്രീതനാകണം, ഞാൻ നിന്നിലും സംപ്രീതനാകും. നീ എന്നിലേക്ക് വരൂ. ഈ ബോഡി, ഈ ശരീരം പുഴുക്കൾക്കുള്ളതാണ്. ഇതിനകത്തുള്ള റൂഹ് അത് എന്റെ സത്തയാണ്. നഫഖ്തു ഫീഹി മിർ റൂഹി, കളിമണ്ണ് കൊണ്ട് പടച്ച ആദമിലേക്ക് നാം നമ്മുടെ റൂഹ് ഊതി. സൂറത്ത് സാദിൽ കാണാം, ഞാൻ എന്റെ കുദറത്ത് കൊണ്ട് ആദമിനെ പടച്ചു, എന്റെ റൂഹ് ഞാൻ ഊതി. കണ്ടോ? നഫഖ്തു ഫീഹി മിർ റൂഹി. സൂറത്ത് സാദ് നോക്കിയോ, അവിടെ അല്ലാഹു പറയുന്നുണ്ട്, ഞാൻ മനുഷ്യനെ നോക്കൂ. അല്ലാഹു തആല 4 വസ്തുക്കളെ നേരിട്ടാ പടച്ചത്, ബാക്കിയൊക്കെ കുൻ എന്ന് പറഞ്ഞപ്പോഴാ. അതിൽ ഒന്ന് ആദമോ. ഇമാം സുയൂത്തി തന്റെ ഖൗനിൽ പറയുന്നു, 4 വസ്തുക്കളെ അല്ലാഹു പടച്ചത് സ്വന്തം കുദറത്ത് കൊണ്ടാണ്. സ്വന്തം അവന്റെ ഉദ്ദേശമുണ്ട്. അതിലൊന്ന് ആദമാണ്, മറ്റൊന്ന് കലമാണ്, മറ്റൊന്ന് അർശാണ്, മറ്റൊന്ന് 8 സ്വർഗങ്ങളിൽ ഒരു സ്വർഗമായ ജന്നത്തു അദൻ.
ജന്നത്തു അദ്ൻ എന്ന് പറയുന്ന സ്വർഗമാണ്. ഇത് 4 നേരിട്ടാണ് പടച്ചത്. ബാക്കിയൊക്കെ കുൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇമാം സുയൂത്തിയുടെ അസ്റാറുൽ ഖൗൻ എന്ന് പറയുന്ന കിതാബിൽ കാണാം. അതും നെറ്റിൽ ബട്ടൺ അടിച്ചാൽ ആ കിതാബ് ഇങ്ങോട്ട് ചാടി വരും. ഇപ്പൊ എല്ലാം നമ്മുടെ പോക്കറ്റിലുണ്ട്. നോക്കൂ, ആദമിനെ സൃഷ്ടിച്ചിട്ട് ആ ആദമിലേക്ക് അല്ലാഹു സ്വന്തം റൂഹാണ് ഊതിയത്. ആ പവറാണ് നമ്മുടെ ദേഹത്തുള്ളത്. അതാണ് എന്നെ കൊണ്ട് പ്രസംഗിക്കുന്നത്, ഞാൻ ഇവിടത്തേക്ക് വന്നത്, നമ്മളെല്ലാം ഇവിടത്തേക്ക് വന്നത്. സുഹൃത്തുക്കളെ, ഈ പവർ നഷ്ടപ്പെട്ടാൽ നോക്കൂ, ദേഹത്തെ ദേഹി ഉപേക്ഷിക്കുന്ന ദിവസമാണ് മരണം. അന്ന് അല്ലാഹു പറയും, ഇബാദത്ത് ചെയ്ത്, ഹജ്ജ് ചെയ്ത്, ഉംറ ചെയ്ത്, കഷ്ടപ്പെട്ട് സകാത്ത് കൊടുത്ത്, ദാനധർമ്മം ചെയ്ത് ആത്മാവേ ബാ നീ പോര്. അല്ലാഹു ആ വിളി സന്തോഷത്തോടെ കേൾക്കാൻ പടച്ചവൻ തൗഫീക്ക് നൽകട്ടെ. മർളിയത്തുമായി അല്ലാഹുവിലേക്ക് പോകാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അല്ലാഹു പറയും, ഫദ്ഖുലി ഫീ ഇബാദി, എന്റെ സച്ചരിതരായ അടിമകളിലേക്ക് നീ കടക്കൂ. വദ്ഖുലി ജന്നതി, എന്റെ സ്വർഗത്തിലേക്ക് നീ കടന്നു വന്നാലും എന്റെ സ്വർഗം, എന്റെ ദാസന്മാർ. അല്ലാഹു നമ്മളെ ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു നമ്മളെ ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തട്ടെ. ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് ആ സ്വർഗത്തെ പറ്റി പറഞ്ഞു, മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്, അതിലേക്ക് നീ ഒരു പാസ് മന്നാനേ, അത് നിന്റെ പക്കൽ മാത്രമാ ഹന്നാനേ. മൗത്തിന്റെ നേരം മുഅ്മിനായി മരിപ്പിക്കണേ, സമയം ഷഹാദത്തെന്ന നിധിയും നൽകണേ. അല്ലാഹു ആ മഹാന് പുറത്തു കൊടുക്കട്ടെ. അറിവിന്റെ നിറകുടം നമ്മുടെ ഉസ്താദിന്റെ ഒക്കെ ഉസ്താദ് അല്ലാഹു പടച്ചവൻ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ആ സ്വർഗം അല്ലാഹു പറഞ്ഞു. സുഹൃത്തുക്കളെ, ഈ അടുത്ത കാലത്ത് മരണപ്പെട്ട പണ്ഡിതനാണ് മുട്ടാണിശ്ശേരിൽ കോയക്കുട്ടി സാഹിബ്. അദ്ദേഹം ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട്, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഒറ്റ സ്ഥലത്തെ പറഞ്ഞിട്ടുള്ളൂ എന്റെ സ്വർഗത്തിലേക്ക് വാ എന്ന്. അത് ഈ സൂറത്തിലാണ്, വൽ ഫജ്ർ സൂറത്തിന്റെ അവസാനത്തിലാണ് അല്ലാഹു പറഞ്ഞത്. അതുകൊണ്ട് യുവാക്കളെ, ഞാൻ ഇത്രയും പറഞ്ഞത് എന്തിനാണെന്ന് അറിയുമോ? നോക്കൂ, നമ്മുടെ താടി മീശകൾ നരയ്ക്കാൻ തുടങ്ങി, വെള്ളിക്കമ്പികൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി, വാർദ്ധക്യം ചുളിവുകൾ സൃഷ്ടിക്കാൻ തുടങ്ങി, നമ്മുടെ സൗന്ദര്യം കൊഴിയാൻ തുടങ്ങുന്നു. നാം അല്ലാഹുവിലേക്ക് അടുക്കണം, നാം അല്ലാഹുവിലേക്ക് അടുക്കണം. നോക്കൂ, ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂർ എന്ന കാഹളത്തിൽ ഊതുമ്പോൾ പ്രപഞ്ചത്തിൽ നാം കണ്ട അനുരണങ്ങളാണിതൊക്കെ. അതാ ഇസ്രാഫീൽ രണ്ടാമത് ഊതാൻ പോവുകയാണ്. അല്ലാഹു സൂറത്തു സുമറിൽ പറയുന്നു, വനുഫിഖ ഫിസ്സൂർ, ഇസ്രാഫീൽ സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ ഫസഇഖ മൻ ഫിസ്സമാവാത്, രണ്ടാമത്തെ ഊതലോടുകൂടി ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളവരെല്ലാം മരണപ്പെടുന്നു. ഇല്ലാ മൻ ശാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ച ചില ആളുകൾ ഒഴികെ. ഇസ്രാഫീൽ രണ്ടാമത് ഊതും ഈ കാഹളത്തിൽ. അത് ആ ഊതലിന്റെ പേരാണ് നഫ്ഖത്തു സഅഖ്. സഅഖ് എന്ന് പറഞ്ഞാൽ മൗത്ത്. ആ ഊതലോടുകൂടി എല്ലാവരും മരിച്ചു മരിച്ചു വീഴും. സുഹൃത്തുക്കളെ, എല്ലാവരും മരണപ്പെടും. ഭൂമിയിലുള്ളവർ മാത്രമല്ല, ആകാശങ്ങളിലുള്ളവരും എല്ലാവരും മരിക്കും. അല്ലാഹു ഒരു കൂട്ടരെ ഒഴിവാക്കി. ആരാണവർ? അർവാഹു ശുഹദാ. നോക്കൂ, ശുഹദാക്കളുടെ ആത്മാക്കൾ, ഹമലത്തുൽ അർശ്, അർശിനെ ചുമക്കുന്നവർ, ഇവരെയൊക്കെ അല്ലാഹു അന്നേരം ഒഴിവാക്കും. നോക്കൂ, ആകാശങ്ങളിലും ഭൂമിയിലുള്ളവരെല്ലാം മരണപ്പെട്ട് കിടക്കുന്നു. അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയും, ജിബ്രീലേ നീയും മരിക്ക്. അങ്ങനെ ജിബ്രീലിനെയും മരിപ്പിക്കും, ഇസ്രാഫീൽ അലൈഹിസ്സലാമിനെയും മരിപ്പിക്കും, മീകായിൽ അലൈഹിസ്സലാമിനെയും മരിപ്പിക്കും. എന്നിട്ട് അല്ലാഹു മലക്കുൽ മൗത്തിനെ വിളിക്കും, മലക്കുൽ മൗത്ത് ഇനി ആരുണ്ട്?
ഇനി ആരുണ്ട്? മലക്കുൽ മൗത്ത് അസ്രായീൽ പറയും, ഈ വിനീതനായ ദാസനുണ്ട്, എന്നെന്നും ജീവിച്ചിരിക്കുന്ന, ഒരിക്കലും മൃതിയടയാത്ത നീയും ബാക്കിയുണ്ട്. അല്ലാഹു പറയും, അസ്രായീൽ, എന്റെ നിയമം നീ അറിഞ്ഞിട്ടില്ലേ? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, മരണം എല്ലാവരും രുചിക്കുമെന്ന്. അതുകൊണ്ട് അസ്രായീൽ നീയും മരിക്കട്ടെ. ഹദീസിൽ കാണാം, മലക്കുൽ മൗത്ത് സ്വർഗ നരകങ്ങളുടെ നടുവിലേക്ക് വന്നുകൊണ്ട് അതാ മരിക്കുകയാണ്. ഫയസീഹു സൈഹാ, ഘോരമായ ഒരു ശബ്ദം പുറപ്പെടുവിക്കും. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ആ ശബ്ദം ജീവജാലങ്ങൾ കേട്ടിരുന്നെങ്കിൽ അത് കേട്ട് മരണപ്പെടുമായിരുന്നു. അങ്ങനെ എല്ലാവരും മരണപ്പെട്ട് കഴിയുമ്പോൾ അതാ തകർന്നടിഞ്ഞ പ്രപഞ്ചത്തെ നോക്കിക്കൊണ്ട് അല്ലാഹു ചോദിക്കും, ഐനൽ ജബ്ബാറൂൻ ഐനൽ മുതകബ്ബിറൂൻ, എവിടെ പോയി സ്വേച്ഛാധിപതികൾ, എവിടെ പോയി അഹങ്കാരികൾ, എവിടെ പോയി വാണരുളിയ ഭരണാധികാരികൾ? ആരും മറുപടി പറയാനില്ല. അല്ലാഹു തന്നെ മറുപടി പറയും, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ ലിമനിൽ മുൽക്കുൽ യൗം എന്ന ചോദ്യത്തിന് ഇന്ന് ആർക്കാണോ അധികാരം? എവിടെ പോയി അധികാരികൾ? ആരും മറുപടി പറയുന്നില്ല. അല്ലാഹു തന്നെ മറുപടി പറയും, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, അല്ലാഹുവിന്, ഏകനായ സംഹാരകനായ അല്ലാഹുവിന് മാത്രമാണ് ഇന്ന് അധികാരം എന്ന് അല്ലാഹു പറയും. എന്നിട്ട് അല്ലാഹു തആല ഇസ്രാഫീൽ അലൈഹിസ്സലാമിനെ ജീവിപ്പിക്കും. ജിബ്രീലിനെയും മീകാഈലിനെയും അസ്രാഈലിനെയും അല്ലാഹു ജീവിപ്പിക്കും. എന്നിട്ട് അതാ ഇസ്രാഫീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയും, ഒന്നുകൂടി ഊതണം. മൂന്നാമത്തെ ഊതൽ ഊതുകയാണ്. സുമ്മ നുഫിഖ ഫീഹി ഉഖ്റാ, ആ കാഹളത്തിൽ വീണ്ടും ഊതപ്പെടുന്നു. ഫൈദാഹും ഖിയാമുൻ യൻളുറൂൻ, അതാ മരണപ്പെട്ട് കിടക്കുന്നവരെല്ലാം എഴുന്നേറ്റ് നോക്കുന്നു. എല്ലാവരും മഹ്ശറയിലേക്ക് വരികയാണ്. ഇങ്ങനെ 3 ഊതലാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. രണ്ടാമത്തെയും മൂന്നാമത്തെയും ഊതലിന്റെ ഇടയിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മാ ബൈനൻ നഫ്ഖതൈൻ, ഈ 2 ഊതലിന്റെ ഇടയിലുണ്ട് 40 ഉണ്ട്. അബൂ ഹുറൈറയാണ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. സഹാബത്ത് ചോദിച്ചു, അത് 40 കൊല്ലമാണോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൈതു. വീണ്ടും ചോദിച്ചു, 40 ദിവസമാണോ, 40 മാസമാണോ? അപ്പോഴൊക്കെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൈതു, ഞാൻ വിസമ്മതിക്കുന്നു. 2 ഊതലിന്റെ ഇടയിൽ 40 എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു. അത് 40 വർഷമായിരിക്കാം. സുഹൃത്തുക്കളെ, അങ്ങനെ 3ാമത് ഊതുന്നതോടുകൂടി എല്ലാവരും എഴുന്നേൽക്കുകയാണ്. നോക്കൂ, ആ സമയത്ത് അല്ലാഹു ആകാശത്ത് നിന്നൊരു മഴയെ വർഷിപ്പിക്കുന്നതാണ്. അവരെല്ലാം മുളയ്ക്കും. കമായംബുത്തുൽ ബഖലു, ചീരയും സസ്യങ്ങളും മുളയ്ക്കുന്നത് പോലെ എന്ന് മുഹമ്മദ് മുസ്തഫ. മറ്റൊരു ഹദീസിൽ കാണാം, വലൈസ ശൈഉം മിനൽ ഇൻസാനി ഇല്ലാ യബ്ലാ, മണ്ണിനടിയിൽ കിടക്കുന്ന ഖബറിലേക്ക് പോയ ആളുകളുടെ ശരീരം എല്ലാം നശിക്കും. നശിക്കാതെ ഒന്നുമില്ല, എല്ലാം മണ്ണ് തിന്നും. ഇല്ലാ അജബുസ്സനബ്, അജബുസ്സനബ് എന്ന് പറയുന്ന പാർട്ടൊഴികെ അത് നശിക്കുന്നതല്ല. മിൻഹു യുറക്കബു യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ ആ പാർട്ടിൽ നിന്നാണ് അല്ലാഹു വീണ്ടും അതാ അവനെ വീണ്ടും സംയോജിപ്പിക്കുന്നത് എന്ന് ഹദീസിൽ കാണാം. അജുബുദ്ദനബ് എന്ന് പറയുന്ന ഭാഗം നട്ടലിന്റെ ഏറ്റവും താഴെ മൂലയിൽ കൂർത്ത ഭാഗമാണ്. മൃഗങ്ങളുടെയൊക്കെ വാലിന്റെ അറ്റത്തുള്ള ഭാഗം. അത് മരണപ്പെട്ട മണ്ണോട് ചേർന്നാലും മണ്ണ് തിന്നുകയില്ല. നോക്കൂ, നട്ടലിന്റെ മൂലയിൽ കൂർത്ത ഇരുമ്പ് പോലുള്ള ഒരു പാർട്ടുണ്ട്. അതിൽ നിന്ന് അല്ലാഹു വീണ്ടും 3ാമത്തെ ഊതലോടുകൂടി എല്ലാവരും മെല്ലെ കവറിൽ നിന്ന് പൊടിയും തട്ടി എഴുന്നേക്കാൻ തുടങ്ങും.
ഇനി എല്ലാവരും എഴുന്നേറ്റ് അല്ലാഹു പറഞ്ഞു കേട്ടോ, വൈദാഹും ഖിയാമുൻ യൻദുറൂനാ പറഞ്ഞത്. എന്താ സംഭവിച്ചേ? എല്ലാരും ഇങ്ങനെ നോക്കും. എഴുന്നേറ്റ് നിന്നിട്ട് ഇതെന്താ, ഇത് ഏത് ലോകമാ? കണ്ടോ, അല്ലാഹു പറഞ്ഞ അങ്ങനെയാ, യൻദുറൂൻ. സുഹൃത്തുക്കളെ, എല്ലാവരും എഴുന്നേൽക്കുകയാണ്. അതാ മഹ്ശറയിലേക്ക് എഴുന്നേൽക്കുകയാണ്. ഇനിയാണ് വിചാരണ, ഇനിയാണ് കർമ്മങ്ങൾ തൂക്കുന്നത്, ഇനി ഒരു പാലം കടക്കാനുണ്ട്. അതാ അഷ്റഫുൽ ഖൽഖിന്റെ കൈകൊണ്ട് കൗസർ പാനീയം കുടിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുത്തിന്റെ ശഫാഅത്തുണ്ട്, ഹിസാബുണ്ട്, ഇതെല്ലാം ഇനിയാണുള്ളത്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, യുഹ്ശറുന്നാസു ഹുഫാത്തൻ ഉറാത്തൻ ഉർലാ. അല്ലാഹു ജനങ്ങളെ യാത്രയാക്കും. ഹുഫാത്തൻ, കാലിൽ ചെരുപ്പില്ല, നഗ്നപാതരായിക്കൊണ്ട്. ഉറാത്തൻ, ഒരു മുണ്ടും ഒരു പാന്റും കാണുകയില്ല, എല്ലാവരും അന്ന് നഗ്നരാണ്. ഉർലാ, അന്ന് ചേലാകർമ്മം ചെയ്യപ്പെടാത്ത അവസ്ഥയിലാണ് ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്നത്. എല്ലാവരും മഹ്ശറയിലേക്ക് എഴുന്നേൽക്കുകയാണ്. അപ്പോൾ ആയിഷ ഉമ്മ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അർരിജാലു വന്നിസാഉ യൻദുറു ബഅദുഹും ബഅദാ. ആണും പെണ്ണും ഔറത്ത് നോക്കില്ലേ, നഗ്നത നോക്കില്ലേ നബിയേ? അപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, യാ ആയിഷ, ഓ ആയിഷ, അൽ അംറു അശദ്ദു മിൻ അയ്യുഹിമ്മഹും ദാലിക. അന്ന് ആളുകളുടെ ചിന്ത നഗ്നത നോക്കലല്ല, നഫ്സി നഫ്സി, എന്റെ നഫ്സേ എന്ന ചിന്തയിലാണ് ആയിഷ. ആരും അന്ന് ഔറത്ത് നോക്കില്ല ആയിഷ. ആ ദിവസത്തെ പറ്റി അല്ലാഹു പറഞ്ഞു, യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സാഹിബതിഹി വ ബനീ. അന്ന് മനുഷ്യൻ ഓടും. യൗമ യഫിറുൽ മർഉ മിൻ അഖീ, സ്വന്തം സഹോദരനെ കാണുമ്പോൾ. യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ, ഉപ്പയെ കാണുമ്പോൾ, ഉമ്മയെ കാണുമ്പോൾ. വ സാഹിബതിഹി, ഒരു ജീവിതം മുഴുവനും വേദി പങ്കിട്ട, കിടക്കറ പങ്കിട്ട സ്വന്തം സഹധർമ്മിണിയെ കാണുമ്പോൾ ഓടും. വ ബനീ, സ്വന്തം മക്കളെ കാണുമ്പോൾ ഓടുന്ന ദിവസം അമല് ചോദിക്കുമോ എന്ന പേടി കൊണ്ട് ഓടുന്ന ദിവസമാണത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, എല്ലാവരും മഹ്ശറയിലേക്ക് എത്തുന്നത് 3 രൂപത്തിലാണ്. ഒന്ന് മുഷാത്തൻ, കാൽനടയാത്രയായി. മറ്റൊന്ന് റുക്ബാനൻ, വാഹനപ്പുറത്ത്. മറ്റൊരു വിഭാഗം വഅലാ വുജൂഹിഹിം, മുഖത്തിന്റെ മേൽ വലിച്ചഴക്കപ്പെടും. സഹാബത്ത് ചോദിച്ചു, മുഖം കൊണ്ടെങ്ങനെ നടക്കും? അപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, 2 കാലിൽ നടത്തിയ റബ്ബിന് മുഖത്ത് നടത്താൻ, വലിച്ചഴക്കപ്പെടാൻ കഴിയുമെന്ന് മുഹമ്മദ് മുസ്തഫ.